നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് സമരത്തിൽ പങ്കെടുത്ത ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആലപ്പുഴ NHM പ്രൊജക്ട് മാനേജറുടെ കസേരയിൽ വാഴ വെച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് സമരത്തിൽ പങ്കെടുത്ത ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് സമരം. NHM ആലപ്പുഴ ജില്ലാ പ്രൊജക്ട് മാനേജറുടെ കസേരയിൽ വാഴ നട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീണിന്റെ നേതൃത്വത്തിലാണ് ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത്. തിരുവനന്തപുരത്തെ സമരത്തിൽ പങ്കെടുത്ത 146 ആശാവർക്കർമാർക്കാണ് ഫെബ്രുവരി മാസത്തെ ഓണറേറിയം മുടങ്ങിയത്. ഇതു സംബന്ധിച്ച് 146 ആശാവർക്കർമാർ ഒപ്പിട്ട നിവേദനം കഴിഞ്ഞ ദിവസം DPMന് നൽകിയിരുന്നു. ഓണറേറിയം ഇതേവരെ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് സമരവുമായി രംഗത്തെത്തിയത്. വിവരമറിഞ്ഞ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. DPMനെ വിവരമറിയിച്ചിട്ടും എത്താതിരുന്നതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DPMന്റെ കസേരയിൽ വാഴ വയ്ക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് ആലപ്പുഴ DYSP മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബലം പ്രയോഗിച്ച് നീക്കി. ആശാവർക്കർമാരുടെ ഓണറേറിയം നൽകിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ഇവിടെ ഈ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് 146 പേർക്ക് ഇവിടെ ഇത് ശമ്പളം കൊടുക്കാനുണ്ട്. നമുക്കറിയാം, ഇന്ന് പെരുന്നാളിൽ 2 ദിവസം കഴിയുമ്പോൾ പെരുന്നാളാണ്. 146 പേർ ഒരു ദിവസം ആലപ്പുഴയിൽ നിന്ന് പോയി സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ഇന്ന് ഇത്രയും വലിയ 146 പേർക്ക് ശമ്പളം കൊടുക്കാതെ, ഇന്ന് അവസാനത്തെ വർക്കിംഗ് ഡേ ആണ്. ആ അവസാനത്തെ വർക്കിംഗ് ഡേയിൽ ശമ്പളം കൊടുക്കാതെ DPM എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു കളക്ടറേറ്റിൽ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിൽ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെയും ഞങ്ങളുടെ ജനപ്രതിനിധികളെയും വിളിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് വൈകുന്നേരം അവർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ നാളെയും മറ്റന്നാളും അടക്കമുള്ള ദിവസങ്ങളിൽ പെരുന്നാൾ അടക്കമുള്ള കാര്യങ്ങൾ കടന്നു വരുന്നു. ആ ദിവസങ്ങളിൽ അവർക്ക് 7000 രൂപ എന്ന് പറയുന്ന ആ തുച്ഛമായ ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ കൂട്ടത്തിലുള്ളവർ പെരുന്നാൾ ആഘോഷിക്കുക? അവരെങ്ങനെയാണ് അവരുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കുക? അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങളിൽ ഒരു പൈസ എടുത്ത് ചെലവാക്കുന്നത് എങ്ങനെയാണ്? പിന്നെ അവസാനത്തെ വർക്കിംഗ് ഡേ അവർക്ക് കൊടുക്കാതെ ഇത്തരത്തിൽ കൃത്യവിലോപം നടത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ DPMനോട് പറയാൻ ആഗ്രഹിക്കുന്നു. നാളുകളിൽ നിങ്ങളുടെ വസതിയിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, അവരുടെ കുടുംബത്തിന്റെ വരുമാനം ഇല്ലാതാക്കുന്ന പരിപാടിയുമായി കടന്നുപോയാൽ കോടതിയെ സമീപിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ തുടർച്ചയായ സമരം, ഇദ്ദേഹത്തിനെതിരെ കൃത്യവിലോപം നടത്തിയത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പൊ പിണറായി വിജയനും വീണ ജോർജും ഒക്കെ നമുക്കറിയാം അവരുടെ സമരത്തെ അടിച്ചമർത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കാം. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് ടാക്സ് കൊടുത്ത് നികുതി പണം ഉപയോഗപ്പെടുത്തി ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ധാർഷ്ട്യത്തോടു കൂടി ഈ അവസരത്തിൽ എങ്ങനെയാണ് ശമ്പളം കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന് അവരെ പറ്റിക്കാൻ നോക്കുന്നത്? ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല.